നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേത്. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജുരാമൻ. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള മനുപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള തീർത്ഥയാത്രാപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മഹാഭാരതത്തിലെ ധാരാളം ഉപകഥകൾ നിറഞ്ഞ ഒരു കഥാസന്ദർഭമാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അഗസ്ത്യ മഹാത്മ്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞു. അതിനുശേഷം ഭഗീരഥൻ്റെ കഥ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് കേട്ടു. പിന്നെ അവസാനം നമ്മൾ കേട്ടത് ഋഷ്യശൃംഗൻ്റെ കഥയാണ്. ഋഷ്യശൃംഗൻ്റെ കഥ വൈശാലി എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു സിനിമ വളരെ ഹിറ്റായ ഒരു സിനിമയായിരുന്നു ഭരതൻ്റെ സംവിധാനത്തിൽ. ആ കഥയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഋഷ്യശൃംഗൻ്റെ കഥ ഇപ്പോൾ നമ്മൾ തുടരുകയാണ്. ഈ മഹാഭാരതം കഥയിലെ വളരെ സങ്കീർണതകൾ നിറഞ്ഞ കഥാസന്ദർഭങ്ങളിലൂടെയൊക്കെ നമ്മൾ ഇന്ന് കടന്നു പോകുന്നുണ്ട്. പല ഭാഗത്തും ഈ മലയാളത്തിലേക്കുള്ള വ്യാകരണമാണെങ്കിൽ പോലും അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് അതിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. എനിക്കൊന്നും ഇതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം പൂർണ്ണമായിട്ടും വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാർക്കും മടി വരാൻ വേണ്ടിയിട്ടുള്ളൊരു കാരണവും ഇതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെയധികം സങ്കീർണതകൾ നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് വ്യാസഭഗവാൻ ഇത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഗണപതി ഭഗവാൻ പോലും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം ഇരുന്ന് ചിന്തിക്കേണ്ടി വന്നു എന്നാണ്. അപ്പോൾ പിന്നെ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഋഷ്യശൃംഗൻ്റെ അടുത്തേക്ക് ഋഷ്യശൃംഗനെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിഭാണ്ഡകൻ എന്ന് പറയുന്ന ഒരു വലിയ തപസ്വിയുടെ മകനായിരുന്നു ഋഷ്യശൃംഗൻ. ഋഷ്യശൃംഗനെ നാട്ടിലേക്ക് നേരിട്ട് വിളിച്ചാൽ വരില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് അവനെ വശീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു വേശ്യാസ്ത്രീ അവരുടെ മകളും മൊത്ത് എല്ലാവിധ തയ്യാറെടുപ്പുകളും മൊത്ത് ഒഴുകുന്ന ഒരു ചങ്ങാടം, അതായത് ഒഴുകുന്ന ഒരു ആശ്രമത്തിൽ ഉണ്ടാക്കി അതിലാണ് അവിടെ ചെന്നത്. അപ്പോൾ ഋഷ്യശൃംഗനെ വിഭാണ്ഡകനില്ലാത്ത സമയം നോക്കിയിട്ട് ഈ വേശ്യാസ്ത്രീ അവനെ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീയെ കാണുന്നത്. അവൻ ആകപ്പാടെ കണ്ടിട്ടുള്ള വേറൊരു മനുഷ്യൻ എന്ന് പറയുന്ന വിഭാണ്ഡകൻ എന്ന് പറയുന്ന അവൻ്റെ അച്ഛൻ മാത്രമാണ്. അപ്പോൾ ഈ ഇത് കണ്ടിട്ട് ഇത് സ്ത്രീയാണെന്നോ ഒന്നും അവന് ഉണ്ടാകുന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നൊന്നും അവന് മനസ്സിലായില്ല. ഭയങ്കരമായിട്ടുള്ളൊരു അനുഭൂതി ഈ സ്ത്രീ വന്നപ്പം ഉണ്ടായി. അവൻ വിചാരിച്ചുകൊണ്ടിരുന്ന അതേതോ ഒരു മുനികുമാരനാണെന്നാണ്. പക്ഷേ വിഭാണ്ഡകന് എന്തോ ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം തിരിച്ചു വന്നപ്പം മനസ്സിലായി. മകൻ ആകപ്പാടെ മൗഢ്യത്തിലിരിക്കുന്നു, ആകപ്പാടെ വിഷണ്ണനായിട്ടിരിക്കുന്നു, അവൻ്റെ ഊർജ്ജമെല്ലാം നഷ്ടപ്പെട്ട പോലെ ഇരിക്കുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നിനക്ക് എന്താണ് സംഭവിച്ചത് മകനെ എന്ന് വിഭാണ്ഡകൻ ഋഷ്യശൃംഗനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഋഷ്യശൃംഗൻ മറുപടി പറയാൻ തുടങ്ങുന്നത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഋഷ്യശൃംഗൻ പറയുകയാണ്, ഇവിടെ ഒരു മുനികുമാരൻ വന്നിരുന്നു വച്ചാൽ അവനെ കണ്ടു കഴിഞ്ഞാൽ സ്വർണ്ണ നിറമാണ്, അവൻ്റെ കണ്ണുകൾ താമര ഇതൾ പോലെ വിടർന്നതാണ്, അവൻ്റെ ശരീരം വളരെ മൃദുവായതാണ്, എന്നെപ്പോലെ ജടയില്ല, അവൻ്റെ മുടി നല്ലതുപോലെ വകഞ്ഞ് പുറകിലേക്ക് പിന്നിയിട്ടിരിക്കുകയാണ്, അവൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് വളരെ മൃദുവായിട്ടുള്ള 2 മുഴകളുണ്ട്, നമുക്കില്ലാത്തതുപോലെയുള്ള 2 മുഴകൾ അവൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അവൻ മനോഹരമായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നു. അവൻ തന്നിട്ടുള്ള ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത അത്രയും തൊലിയില്ലാത്തതും കുരുവില്ലാത്തതുമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള പഴങ്ങളാണ് അവൻ തന്നത്. അവൻ തന്ന പാനീയം അത് കുടിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് വേറൊരു ലോകത്ത് എത്തിപ്പറ്റിയ പോലെയാണ് തോന്നിയത്. മനോഹരമായിട്ടുള്ള ഒരു അനുഭൂതി എൻ്റെ തലയിൽ അനുഭവപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നെ അവർ സാധാരണ അർഘാപാദ്യങ്ങൾ തന്നിട്ടല്ല ആൾക്കാരെ അഭിവാദ്യം ചെയ്യുന്നത്, അവരെ കെട്ടിപ്പിടിച്ചിട്ടാണ് അഭിവാദ്യം ചെയ്യുന്നത്. അവളെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു അനുഭൂതി എൻ്റെ ശരീരത്തിനുണ്ടായി അച്ഛ. ആ മുനികുമാരനെ ഞാൻ അതിയായിട്ട് സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ പുത്രനെ പോലെയുള്ളൊരു സ്നേഹം എനിക്ക് അവനോട് തോന്നുന്നുണ്ട്. അവനെ കാണാതായി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു വിഷമം മനസ്സിൽ തോന്നുന്നു. ആ വിഷമം മൂലമാണ് അച്ഛ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ഋഷ്യശൃംഗൻ അച്ഛനോട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവൻ താഴേക്കിടുമ്പോൾ തെറിക്കുന്ന ഒരു വസ്തുവുമായിട്ടാണ് വന്നത്. അത് ഇട്ട് തട്ടിക്കളിച്ചുകൊണ്ട് അവൻ തിരിയുന്നത് കാണാൻ നല്ല രസമായിരുന്നു. അവൻ ഇടയ്ക്ക് എൻ്റെ ജട പിടിച്ച് എൻ്റെ മുഖം താഴേക്ക് താഴ്ത്തിട്ട് അവൻ്റെ ചുണ്ട് എൻ്റെ മുഖത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സ്പർശിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വല്ലാത്ത ഒരു അനുഭൂതിയിലായി ഞാൻ അച്ഛ എന്ന് നിഷ്കളങ്കനായിട്ടുള്ള ഇതുവരെ ഒരു സ്ത്രീയെ പോലും സ്പർശിച്ചിട്ടില്ലാത്ത, വിഭാണ്ഡകനെ അല്ലാതെ വേറൊരു മനുഷ്യനെ പോലും കണ്ടിട്ടില്ലാത്ത ഋഷ്യശൃംഗൻ ഇങ്ങനെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം മകൻ്റെ വർണ്ണന കേട്ട് കഴിഞ്ഞപ്പോൾ
അച്ഛന് ഇവനെ വശീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏതോ ഒരു സ്ത്രീ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ വിഭാണ്ഡകൻ അത് അവതരിപ്പിച്ചത് വേറൊരു രീതിയിലാണ്. വിഭാണ്ഡകൻ പറഞ്ഞു, ഉണ്ണി, നീ ഒരു രാക്ഷസന്റെ മായാവലയത്തിൽ പെട്ടിരിക്കുകയാണ്. നീ കഴിച്ച ഭക്ഷണങ്ങളൊന്നും ഒരിക്കലും നമ്മുടെ മനസ്സിന് നന്മ തരുന്ന ഭക്ഷണങ്ങളല്ല. നിന്റെ സത്വഗുണത്തെ എല്ലാം നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. നീ കുടിച്ച പാനീയം എന്ന് പറയുന്നത് അത് മദ്യമാണ്. അത് നമുക്ക് വളരെ നിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നിന്നെ ഏതോ ഒരു രക്ഷസ് വന്നിട്ട് പിടികൂടാൻ വേണ്ടിയിട്ട് നിന്നെ അവൻ്റെ വലയത്തിലാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഒരു കാരണവശാലും ആ വലയത്തിലേക്ക് വീണു പോകാതെ നീ സൂക്ഷിക്കണം. നിന്റെ ജപവും ധ്യാനവും ഒക്കെ അതിയായിട്ടുള്ള ശക്തമാക്കി വെക്കുക, അല്ലെങ്കിൽ ആ രക്ഷസിൻ്റെ പിടിയിലായി പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞ് മകനെ ഭയപ്പെടുത്തി ഇരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ ഈ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായെങ്കിലും ഋഷ്യശൃംഗൻ്റെ മനസ്സ് ഈ മുനികുമാരനെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന ആ മുനികുമാരനെ കാണുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിച്ചു തന്നെയാണ് ഇരുന്നത്. സ്ത്രീയുടെ സാമീപ്യത്തിൻ്റെ ശക്തിയാണ് ഇവിടെ കാണുന്നത്. വിഭാണ്ഡകൻ തൻ്റെ മകനെ വശീകരിച്ച സ്ത്രീയെ അന്വേഷിച്ച് 3 ദിവസം ആ കാട്ടിലെങ്ങും അലഞ്ഞെങ്കിലും ആരെയും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. 3 ദിവസം തിരഞ്ഞിട്ടും കാണാത്തത് കാരണം അദ്ദേഹം വീണ്ടും ഫലമൂലാദികൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഋഷ്യശൃംഗനെ ഒറ്റയ്ക്ക് ആശ്രമത്തിലാക്കിയിട്ട് കാട്ടിലേക്ക് പോയി. ആ സമയം നോക്കി വീണ്ടും ഈ വേശ്യസ്ത്രീ അവളെ മുനികുമാരനെ പോലെ ഒരുങ്ങി ആ ആശ്രമത്തിലേക്ക് ചെന്നു. അവനെ കണ്ട ഉടനെ ഋഷ്യശൃംഗൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു, നമുക്ക് അച്ഛനെ അറിയാതെ നിന്റെ ആശ്രമത്തിലേക്ക് പോകാം, വരൂ പെട്ടെന്ന് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവൻ തന്നെ മുന്നിട്ടിറങ്ങി ആശ്രമത്തിലേക്ക് പോയി. അങ്ങനെ ഒഴുകുന്ന ആ ആശ്രമത്തിലേക്ക് അവൻ ചെന്നു. അപ്പം അവൻ്റെ മനസ്സ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അടുത്തിരുന്ന് അവനെ പല രീതിയിലും സന്തോഷിപ്പിച്ചുകൊണ്ട് ഈ സ്ത്രീ കൂട്ടത്തിലിരുന്നു. അങ്ങനെ അവനെ അറിയാതെ തന്നെ അവൻ അംഗരാജ്യത്തിൻ്റെ പ്രാന്തപ്രദേശത്തെത്തി. അവിടെ എത്തിയതിന് ശേഷം കരയിൽ കൊണ്ട് അടുപ്പിച്ചിട്ട് അത് കരയിൽ അടുത്തുനിന്ന് പോലും വെള്ളത്തിലൂടെ ഒഴുകാണെന്ന് പോലുമുള്ള തിരിച്ചറിവ് ഋഷ്യശൃംഗന് ഉണ്ടായില്ല. അങ്ങനെ ഋഷ്യശൃംഗന് ആ സമയത്ത് അംഗരാജ്യത്തെ രാജാവായിട്ടുള്ള ലോമപാതൻ ഇത് കൊണ്ടുവന്ന അടുത്ത സമയത്ത് നവ്യാശ്രമം എന്ന് പറയുന്ന ഒരു കാട്ടുപ്രദേശം പോലത്തെ ഒരു സ്ഥലം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് കരയിലേക്ക് പ്രവേശിപ്പിച്ചു. അപ്പം ഋഷ്യശൃംഗനെ അവിടെ കാലെടുത്ത് വെച്ച സമയം തന്നെ അവിടെ അതിഭയങ്കരമായിട്ടുള്ള മഴ പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം ഋഷ്യശൃംഗൻ്റെ പാദസ്പർശം കൊണ്ട് തന്നെ അംഗരാജ്യത്ത് വരൾച്ചയിൽപ്പെട്ട് കിടന്നിരുന്ന അംഗരാജ്യത്ത് ഇന്ദ്രൻ മഴ പെയ്ച്ചു. അംഗരാജ്യത്തെ രാജാവായിട്ടുള്ള ലോമപാതൻ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴേ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഋഷ്യശൃംഗനെ ചെന്ന് കണ്ട് വണങ്ങി തൻ്റെ സുന്ദരിയായിട്ടുള്ള മകളായിട്ടുള്ള ശാന്തയെ വിവാഹം ചെയ്തു കൊടുത്തു. അപ്പം അതിനുശേഷം വിഭാണ്ഡകൻ ഋഷ്യശൃംഗനെ അന്വേഷിച്ച് വരും എന്നുള്ള കാര്യം ലോമപാതന് അറിയാമായിരുന്നു. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിനെ ശാന്തനാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള തന്ത്രങ്ങളും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വരാനിടയുള്ള വഴികളിലെല്ലാം അവിടെയൊക്കെ ഗോശാലകൾ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ഗോപാലകന്മാരോട് എങ്ങനെയാണ് വിഭാണ്ഡകനോട് പെരുമാറേണ്ടെന്നുള്ളതൊക്കെ അവരെയെല്ലാം പറഞ്ഞ് പരിശീലിപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. വിഭാണ്ഡകൻ തൻ്റെ മകനെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ മകനെ ആശ്രമത്തിൽ കാണാതെ അവനെ ആരോ തട്ടിക്കൊണ്ട് പോയതാണെന്ന് വിചാരിച്ചിട്ട് നാട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ അദ്ദേഹം നടന്ന് ക്ഷീണിച്ച് കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഗോശാല കണ്ടു. ഗോശാല കണ്ടു കഴിഞ്ഞപ്പോൾ ഗോപാലന്മാർ അദ്ദേഹത്തിനെ സ്വീകരിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഇത് ഇവിടുത്തെ രാജകുമാരനായിട്ടുള്ള ഋഷ്യശൃംഗൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ് ഈ കാണുന്ന പ്രദേശങ്ങളെല്ലാം, അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ് ഈ പശുക്കളെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോകുന്ന അനുസരിച്ച് കാണുന്ന ആൾക്കാരൊക്കെ ഈ പ്രദേശമെല്ലാം ഋഷ്യശൃംഗൻ്റെ വകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ തൻ്റെ മകൻ ഈ രാജ്യത്തിൻ്റെ അധിപനായിരിക്കുന്നു എന്നുള്ള കാര്യം വിഭാണ്ഡകന് മനസ്സിലായി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമാവുകയും മകൻ്റെ വിയോഗത്തിലുള്ള ദുഃഖവും കോപവും ഒക്കെ മാറുകയും ചെയ്തു. പിന്നെ വിഭാണ്ഡകൻ ലോമപാതൻ്റെ രാജ്യകൊട്ടാരത്തിലെത്തി. ലോമപാതൻ വളരെ ആദരവോടു കൂടിയിട്ട് തന്നെ അദ്ദേഹത്തിനെ സ്വീകരിച്ചുകൊണ്ട് പോയി മകൻ്റെയും മകളെയും അദ്ദേഹത്തിന് മുമ്പിൽ കാണിച്ചു. അപ്പം ഈ തൻ്റെ മകൻ ഒരു രാജ്യത്തിൻ്റെ അധിപനായി എന്നുള്ള കാര്യം മനസ്സിലായി, സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യയും കിട്ടിയെന്ന് മനസ്സിലായിട്ടുള്ള വിഭാണ്ഡകൻ അവനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു പുത്രൻ ഉണ്ടായി കഴിയുമ്പോൾ നീ തിരിച്ച് കാട്ടിലേക്ക് വരണം, വീണ്ടും നീ തപസ്സിനായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ശാന്തയെയും ഋഷ്യശൃംഗനെയും അനുഗ്രഹിച്ചതിന് ശേഷം വിഭാണ്ഡകൻ തിരിച്ച് കാട്ടിലേക്ക് പോയി. ഋഷ്യശൃംഗനെ ശാന്ത എല്ലാ രീതിയിലും സന്തോഷിപ്പിച്ച് ഇന്ദ്രനെ ശചീദേവി എന്ന പോലെ, വസിഷ്ഠനെ അരുന്ധതി എന്ന പോലെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടിയിട്ട് പരിചരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്നിട്ട് ലോമശൻ കഥ തുടരുകയാണ്. ഈ കാണുന്നതാണ് ഋഷ്യശൃംഗൻ്റെ ആശ്രമം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ തടാകത്തിൽ സ്നാനം ചെയ്തതിന് ശേഷം അവർ വീണ്ടും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ലോമശാദികളോടൊപ്പം യാത്ര ചെയ്ത പാണ്ഡവർ
കൗശികി നദിയിൽ നിന്ന് യാത്ര ചെയ്തിട്ട് മറ്റ് അനവധി പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു. അവസാനം അവർ ഗംഗ സമുദ്രത്തിൽ വന്നു ചേരുന്ന ഭാഗത്ത് എത്തിച്ചേർന്നു. 500 നദികൾ സംഗമിക്കുന്ന ആ ഒരു പുണ്യസ്ഥലത്ത് അവർ സ്നാനം ചെയ്ത് വലിയ പുണ്യം നേടി. പിന്നെ അവർ ആ കടൽ തീരത്തൂടെ നടന്നിട്ട് കലിംഗ രാജ്യത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ലോമശൻ പറഞ്ഞു, യുധിഷ്ഠിര, ഇതാണ് കലിംഗ രാജ്യം. ഇവിടെയാണ് വൈതരണി നദി ഒഴുകുന്നത്. ദേവന്മാർ യജ്ഞം ചെയ്യുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ വന്ന് യാഗം ചെയ്തു കഴിഞ്ഞാൽ വലിയ പുണ്യമാണ് ലഭിക്കുന്നത്. ഇവിടെ യാഗം നടന്നിരുന്ന സമയത്താണ് ശിവഭഗവാൻ യാഗ പശുവിനെ തട്ടിയെടുത്തുകൊണ്ട് പോയത്. അതിനുശേഷം യാഗപശുവിനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ദേവതകളും ബ്രാഹ്മണരും എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു. എവിടെ യജ്ഞം നടന്നാലും അതിൻ്റെ ഒരു ഭാഗം രുദ്രഭഗവാന് സമർപ്പിക്കും എന്നുള്ളത്. അങ്ങനെയാണ് എല്ലാ യജ്ഞങ്ങളും നടക്കുന്ന സമയത്ത്, ആ യാഗ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഹവിസിൻ്റെ ഒരു ഭാഗം അന്നു മുതൽ രുദ്രന് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. രുദ്രൻ ആ പശുവിനെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം തിരിച്ചു കൊടുത്തതിലുള്ള ഓർമ്മയ്ക്കായിട്ട് വീണ്ടും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് യാഗം നടന്നാലും അതിൻ്റെ ഒരു ഭാഗം രുദ്രന് അവകാശപ്പെട്ടെന്നാണെന്നുള്ള ഒരു സമ്പ്രദായം അന്നു മുതലാണ് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ലോമശൻ തുടരുകയാണ്. ഈ വൈതരണി നദിയിൽ ഈ കഥയും പാടിക്കൊണ്ട് സ്നാനം ചെയ്തു കഴിഞ്ഞാൽ ദേവന്മാരിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ നിൻ്റെ കണ്ണിൽ അറിയാതെ തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതാണ് ഇത് ഇവിടുത്തെ പ്രത്യേകത എന്ന് ലോമശൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. ആ വൈതരണി നദിയിൽ കുളിച്ചു കഴിഞ്ഞ ശേഷം യുധിഷ്ഠിരൻ ലോമശനോട് പറഞ്ഞു, ഇതിൽ കുളിച്ചതിന് ശേഷം എനിക്ക് മനുഷ്യൻ്റേതായിട്ടുള്ള എല്ലാ പ്രലോഭനങ്ങളും നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ദേവതകളുടെയൊക്കെ വാസസ്ഥലങ്ങളൊക്കെ കാണുകയാണ്. എവിടെ നിന്നോ ഉള്ള ഒരു വേദ ജപങ്ങളുടെ ശബ്ദം എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കേൾക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. വേറെ ആരും കാണാത്ത കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ലോമശൻ ആ സമയത്ത് യുധിഷ്ഠിരനോട് പറഞ്ഞു, 300,000 യോജന ദൂരെയുള്ള വേദ ഉച്ചാരണങ്ങളാണ് നീ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുന്നത് കൊണ്ട് തന്നെ യുധിഷ്ഠിര, നീ ഇവിടെ നിശബ്ദനായിട്ടിരിക്കണം. നീ ഒന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇവിടെ ധ്യാനത്തിൽ നീ ഇരിക്കുക എന്ന് യുധിഷ്ഠിരനോട് ലോമശൻ പറഞ്ഞു. അതിനുശേഷം ലോമേശനും പാണ്ഡവരും ബ്രാഹ്മണരും എല്ലാം കൂടെ ചേർന്നിട്ട് മഹേന്ദ്രപർവ്വതത്തിൻ്റെ സമീപമെത്തി. മഹേന്ദ്രപർവ്വതം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പർവ്വതമായിരുന്നു. അപ്പം അത് കണ്ടിട്ട് അതിൻ്റെ പുറകിലുള്ള കഥ ലോമേശൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. പണ്ട് വിശ്വകർമാവ് ഇവിടെ വലിയൊരു യാഗം നടത്തി. യാഗം നടത്തിയ സമയത്ത് കശ്യപൻ ഭൂമിദേവിയെ ദാനമായിട്ട് വിശ്വകർമാവിന് കൊടുത്തു. അപ്പം തൻ്റെ അനുവാദമില്ലാതെ വിശ്വകർമാവിനെ തന്നെ ദാനമായിട്ട് കൊടുത്തതറിഞ്ഞ് ഭൂമിദേവിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമവും അതോടൊപ്പം തന്നെ ക്രോധവും ഉണ്ടായി. എന്നിട്ട് ഭൂമിദേവി കശ്യപനോട് പറഞ്ഞു, എന്നെ അർഹതയില്ലാത്തവർക്ക് എൻ്റെ അനുവാദമില്ലാതെ ദാനം കൊടുത്തത് ഒട്ടും ശരിയായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പാതാളത്തിലേക്ക് പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ദേവി പാതാളത്തിലേക്ക് മറഞ്ഞു. ജലത്തിലൂടെ പാതാളത്തിലേക്ക് ഭൂമിദേവി മറഞ്ഞു കഴിഞ്ഞപ്പോഴേ കശ്യപൻ തപസ് ചെയ്ത് ഭൂമിദേവിയെ പ്രസാദിപ്പിച്ച് വീണ്ടും ഉയർത്തിക്കൊണ്ട് വന്നു പാതാളത്തിൽ നിന്ന് ജലത്തിലൂടെ ഈ ഭാഗത്തൂടെയാണ് ഭൂമിദേവി മുകളിലേക്ക് ഉയർന്നു വന്നത്. അതാണ് മഹേന്ദ്രപർവ്വതമായിട്ട് നിന്റെ മുന്നിൽ കാണപ്പെടുന്നത്. ആ മഹേന്ദ്രപർവ്വതത്തിലേക്ക് എത്താൻ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കാർക്കും സാധ്യമല്ല. മനുഷ്യൻ്റെ സ്പർശം കൊണ്ട് ആ പർവ്വതം അപ്രത്യക്ഷമായി പോകും. അവിടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ദേവതകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ നിനക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു മാർഗം ഞാൻ പറഞ്ഞു തരാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ദിവ്യമന്ത്രം, ഒരു ദിവ്യമംഗളസ്തുതി ലോമശൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തു. ആ മന്ത്രം ചൊല്ലിയതിന് ശേഷം ആ ജലത്തിൽ സ്പർശിക്കാൻ പാടുള്ളൂ. ആ മന്ത്രജപമില്ലാതെ ദർഭപ്പുല്ല് കൊണ്ട് പോലും ആ സമുദ്രത്തെ സ്പർശിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ആ മഹേന്ദ്രപർവ്വതത്തിൽ പോകണമെങ്കിൽ ആ സമുദ്രത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം അതിലേക്ക് കടക്കണമെങ്കിൽ ആ ദിവ്യമായിട്ടുള്ള മന്ത്രം ചൊല്ലിയതിന് ശേഷം മാത്രമേ ആ വെള്ളത്തിൽ സ്പർശിക്കുക പോലും ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലോമേശൻ വളരെ ദിവ്യമായിട്ടുള്ള മന്ത്രം യുധിഷ്ഠിരനെ ഉപദേശിച്ചു കൊടുത്തു. യുധിഷ്ഠിരനെ ആ മന്ത്രം ചൊല്ലി കടലിലൂടെ മഹേന്ദ്രപർവ്വതത്തിൻ്റെ അടുത്തെത്തി അതിനെ ഉപാസിച്ച് വലിയ പുണ്യം നേടി. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഈ മഹേന്ദ്രപർവ്വതത്തിൻ്റെ തീരത്ത് തൻ്റെ സഹോദരങ്ങളോടും ബ്രാഹ്മണരോടും ലോമശനോടും ഒക്കെ ഇരുന്ന യുധിഷ്ഠിരനെയും കൂട്ടരെയും ലോമശൻ അവിടെ ഉണ്ടായിരുന്ന താപസന്മാരെയൊക്കെ പരിചയപ്പെടുത്തി. അവിടെ വാസിഷ്ഠകുലത്തിൽപ്പെട്ടവരും അങ്കിരസിൻ്റെ കുലത്തിൽപ്പെട്ടവരും ഭൃഗുകുലത്തിൽപ്പെട്ടവരുമായിട്ടുള്ള ധാരാളം സന്യാസിമാരുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും യുധിഷ്ഠിരാദികൾ യഥാവിധം വണങ്ങി. ആ കൂട്ടത്തിൽ ഭൃഗുരാമൻ പരശുരാമൻ്റെ അനുചരനായിട്ടുള്ള അകൃതവ്രണൻ എന്ന് പറയുന്ന ഒരു മുനിയും കൂടി ഉണ്ടായിരുന്നു. യുധിഷ്ഠിരൻ അകൃതവ്രണനോട് ചോദിച്ചു,
എന്നാണ് എനിക്ക് ഭാർഗവരാമനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യം കിട്ടുന്നത്? ഈ താപസന്മാർക്കൊക്കെ എന്നാണ് ഭാർഗവരാമനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? അങ്ങ് അതിനെക്കുറിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അകൃതവർണം പറഞ്ഞു, അങ്ങേക്ക് ഭാർഗവരാമനെ കാണാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയുണ്ട്. അങ്ങ് വലിയ താമസമില്ലാതെ തന്നെ പരശുരാമനെ കാണും. ചതുർദശിയിലും അഷ്ടമിയിലും രാമനെ പതിവായിട്ട് താപസന്മാർ കാണുന്നുണ്ട്. ഇന്ന് രാത്രി ചതുർദശിയാണ്. അതുകൊണ്ട് ഭാർഗവരാമനെ അങ്ങേക്ക് ചിലപ്പോൾ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചേക്കാം എന്ന് അകൃതവർണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. ഈ സമയത്ത് യുധിഷ്ഠിരൻ അകൃതവർണനോട് ചോദിച്ചു, അങ്ങ് രാമനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണല്ലോ, പരശുരാമൻ്റെ വീരകൃത്യങ്ങളൊക്കെ കണ്ട ആളാണല്ലോ. പരശുരാമൻ എന്തുകൊണ്ടാണ് ഈ ക്ഷത്രിയകുലത്തെ മുഴുവൻ മുടിച്ചത്? എങ്ങനെയാണ് അദ്ദേഹം ഇത് സാധിച്ചെടുത്തത്? അങ്ങ് ആ കഥകളെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പം അകൃതവർണം പറഞ്ഞു, ഞാൻ കണ്ട പോലെ തന്നെ ആ കഥകളെല്ലാം നിൻ്റെ അടുത്ത് പറയാം, നീ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. ഇത് ജമദഗ്നി മഹർഷിയുടെയും അതോടൊപ്പം തന്നെ ഹേഹേയ രാജാവായിട്ടുള്ള കാർത്തിവീര്യാർജുനൻ്റെയും കൂടെ കഥയാണ്. അത് നീ ശ്രദ്ധാപൂർവം കേൾക്കുക എന്ന് പറഞ്ഞിട്ട് അകൃതവർണൻ ആ കഥ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. പരശുരാമൻ ഹേഹേയ രാജാവായിട്ടുണ്ടായിരുന്ന കാർത്തിവീര്യാർജുനനെ വധിച്ച കഥ നീ ആദ്യം കേൾക്കുക. കാർത്തിവീര്യാർജുനൻ 1000 അതിബലമായിട്ടുള്ള കൈകളുള്ള ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് ദത്താത്രേയ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് അതിബലവും ഈ ലോകത്തിൻ്റെ മുഴുവൻ ആധിപത്യവും അതോടൊപ്പം തന്നെ ആകാശത്ത് പറക്കുന്ന ഒരു സ്വർണ്ണരഥവും കിട്ടി. ഇതിൽ അഹങ്കാരിയായിട്ടുള്ള അവൻ ഈ സ്വർണ്ണരഥത്തിലൂടെ അതിവേഗത്തിൽ പറഞ്ഞിട്ട് മനുഷ്യരെയും അസുരന്മാരെയും അതോടൊപ്പം തന്നെ ദേവകളെയും എല്ലാം കാണുന്ന സ്ഥലങ്ങളിൽ വെച്ചിട്ടൊക്കെ മർദ്ദിക്കാനും ഉപദ്രവിക്കാനും തുടങ്ങി. അപ്പോൾ ഇവൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ 3 ലോകത്തുമുള്ള വാസികളെല്ലാം ഭയങ്കരമായിട്ട് കഷ്ടപ്പെടാൻ തുടങ്ങി. ആരെ കണ്ടാലും ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഒരു ദിവസം ദേവേന്ദ്രൻ തൻ്റെ പത്നിയായിട്ടുള്ള ശചിദേവിയുമൊത്ത് ഉല്ലസിക്കുന്ന സമയത്ത് കാർത്തിവീരാൻ വന്നിട്ട് അവരെയും ശല്യപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. ഇവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ദേവകളും ഋഷിമാരും എല്ലാവരും കൂടി ഭഗവാൻ വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നിട്ട് കാർത്തിവീരാർജുനനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ചില മാർഗങ്ങൾ അതിന് വേണ്ടിയിട്ട് കണ്ടെത്തി. ഇനി അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയാം രാജാവേ എന്ന് പറഞ്ഞിട്ട് അകൃതവർണൻ ഹേഹേ രാജാവുള്ള കാർത്തിവീരാർജുനനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൃഷ്ടി നടക്കുന്ന ആ കഥ പറയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. മഹാവിഷ്ണു ഈ മഹർഷിമാരുമൊക്കെ ഒത്ത് ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷം വിഷ്ണു ഭഗവാൻ തൻ്റെ ആശ്രമമായിട്ടുള്ള ബദരിയാശ്രമത്തിലേക്ക് തപസ്സിന് വേണ്ടിയിട്ട് പോയി. ആ സമയത്ത് മാർഗം തെളിഞ്ഞത് കണ്ടിട്ട് മഹർഷിമാരും എല്ലാം തിരിച്ചുപോയി. ഇനി അകൃതവർണൻ ഹേഹയ രാജാവായിട്ടുള്ള കാർത്തിവീരാർജുനനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള സൃഷ്ടി എങ്ങനെയാണ് നടന്നതെന്നുള്ള കഥ വിശദമായിട്ട് പറയുകയാണ്. കന്യാകുബ്ജം എന്ന് പറയുന്ന രാജ്യത്ത് ഗാന്ധി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അതിബലവാനായിരുന്നു രാജാവ്. ഗാന്ധി എന്ന രാജാവ് വനവാസത്തിന് വേണ്ടിയിട്ട് പോയി. വനവാസത്തിനിടയിൽ അദ്ദേഹത്തിന് അപ്സര സ്ത്രീ പോലെ സുന്ദരിയായിട്ടുള്ള ഒരു മകളുണ്ടായി. ഋചീകൻ എന്ന് പറയുന്ന ഭാർഗവ വംശനായിട്ടുള്ള ഒരു താപസി ഗാന്ധിയുടെ മകളെ കണ്ടിട്ട് അവളെ വിവാഹം കഴിച്ച് തരണമെന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗാന്ധി പറഞ്ഞു, സാധാരണ എൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഒരു ചെവി കറുത്തതും വെളുത്ത നിറവുമുള്ള 1000 അശ്വങ്ങളെ ആരാണോ സ്ത്രീധനമായിട്ട് തരുന്നത് അവർക്കാണ് എൻ്റെ മകളെ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങേക്കൊണ്ട് അത് തരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും സാരമില്ല, അങ്ങ് ചോദിച്ച സ്ഥിതിക്ക് എൻ്റെ മകളെ ഞാൻ തരാമെന്ന് ഗാന്ധി പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഋചീകൻ പറഞ്ഞു, അങ്ങ് ആ നിയമത്തിന് മാറ്റമൊന്നും വരുത്തണ്ട, ഞാൻ ആ 1000 പശുക്കളെ അങ്ങേക്ക് വേണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഋചീകൻ ചെന്ന് വരുണൻ്റെ അടുത്ത് നിന്നിട്ട് തൻ്റെ ആവശ്യം പറഞ്ഞു. എനിക്ക് സ്ത്രീധനമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെവി കറുത്തതും വെളുത്ത നിറമുള്ളതുമായിട്ടുള്ള 1000 കുതിരകളെ അങ്ങ് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ വരുണൻ ഈ പറഞ്ഞ പ്രകാരം 1000 കുതിരകളെ ഋചീകന് കൊടുത്തു. ഋചീകൻ ഇതുകൊണ്ട് ഗാന്ധിക്ക് കൊടുത്തതിന് ശേഷം വരുണനിൽ നിന്ന് കിട്ടിയ 1000 കുതിരകളെ സ്ത്രീധനമായിട്ട് കൊടുത്തിട്ട് ഋചീകൻ ഗാന്ധിയുടെ മകളായിട്ടുള്ള സത്യവതിയെ വിവാഹം ചെയ്തു. ആ സമയത്ത് ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ദേവകളുമെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു എന്നാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഋചീകൻ ഭാര്യയുമൊത്ത് തൻ്റെ പുത്രനെ കാണുവാൻ വേണ്ടിയിട്ട് ചെന്നു. ഋചീകന് ഇതിനു മുമ്പ് ഒരു പുത്രനുണ്ടായിരുന്നു. ആ പുത്രനെ കാണുവാൻ വേണ്ടിയിട്ട് ചെന്നിട്ട് പുത്രനും ഭാര്യയും കൂടി ചേർന്നിട്ട് ഇവരെ രണ്ടുപേരെയും ഋചീകനെയും സത്യവതിയെയും യഥാപൂർവം ആദരിച്ചു. ആ സമയത്ത് ഇവരുടെ ആദരവ് കണ്ടിട്ട് ഋചീകന് തൻ്റെ മരുമകളോട് വളരെ സന്തോഷം തോന്നി. അപ്പോൾ നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ മകൻ്റെ ഭാര്യ പറഞ്ഞു,
ഋചികനോട് പറഞ്ഞു, എനിക്കും എൻ്റെ അമ്മയ്ക്കും മക്കളെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അവർക്ക് ഏറ്റവും ശക്തരായിട്ടുള്ള മക്കളെ തന്നെ കിട്ടണം എന്ന് പറഞ്ഞു. അപ്പം ഈ മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് 2 പേർക്കും 2 രീതിയിലുള്ള വ്രതങ്ങൾ, അനുഷ്ഠാനങ്ങളാണ് കൊടുത്തത്. 2 പേർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് 2 ലേഹ്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അതോടൊപ്പം തന്നെ 2 തരത്തിലുള്ള വൃക്ഷങ്ങളെ അവരെല്ലാ ദിവസവും വലം വെച്ച് അതിനെ വൃക്ഷത്തെ കെട്ടിപ്പിടിക്കണം. ഇങ്ങനെ 2 പൂജാവിധികളാണ് അദ്ദേഹം, അല്ലെങ്കിൽ 2 വിധികളാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇത് ഇവർ 2 പേരും ചെയ്തപ്പം മാറിപ്പോയി. മകൾ ചെയ്യേണ്ടത് അമ്മയും, അമ്മ ചെയ്യേണ്ടത് മകളുമാണ് ചെയ്തത്. ഇതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഋചികൻ വീണ്ടും ഇവരെ സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് തന്നെ അമ്മയും മകളും ചെയ്തിട്ടുള്ള ആ കൃത്യങ്ങൾ മാറിപ്പോയി എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. അകൃതവർണ്ണൻ കഥ തുടരുകയാണ്. ഇത് കണ്ട് ഋചികൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ മക്കൾ തമ്മിൽ പരസ്പരം മാറിപ്പോകും. ഒരാൾ ക്ഷത്രിയ ഗുണമുള്ള ബ്രാഹ്മണനായിരിക്കും, മറ്റേയാൾ ബ്രാഹ്മണ ഗുണമുള്ള ക്ഷത്രിയനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഋചികൻ്റെ മരുമകൾ ഋചികനോട് പറഞ്ഞു, അപ്രകാരം അങ്ങയുടെ ഇച്ഛ പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഋചികൻ അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ സത്യവതി യഥാകാലം ക്ഷാത്രിയ ഗുണമുള്ള ഒരു ബ്രാഹ്മണ കുമാരനെ പ്രസവിച്ചു. ജമദഗ്നി എന്നുള്ള പേരാണ് ആ കുട്ടിക്കിട്ടത്. ജമദഗ്നി അതീവ ബലവാനായിട്ടുള്ള, ജന്മനാ തന്നെ എല്ലാവിധത്തിലുള്ള ആയുധവിദ്യകളും അറിയാവുന്ന ഒരു വീരനായിട്ടുള്ള ഒരു പുത്രനായിട്ട്, തപസ്വിയുമായിട്ട് മാറി. വേദാധ്യയനങ്ങളോട് കൂടിയിട്ട് വളർന്നു വന്ന ജമദഗ്നി എല്ലാവിധത്തിലുള്ള ആയുധവിദ്യകളും ജന്മനാ തന്നെ അറിഞ്ഞുകൊണ്ട് വന്നവനായിരുന്നു. അവന് ചതുർവിധത്തിലുള്ള ആയുധങ്ങളും എല്ലാ രീതിയിലുമുള്ള അസ്ത്രവിദ്യകളിലും പ്രാഗൽഭ്യമുള്ളവനായിട്ട് മാറി. അകൃതവർണ്ണൻ കഥ തുടരുകയാണ്. മഹാതാപസിയും വേദജ്ഞനുമായിട്ടുള്ള ജമദഗ്നി ദേവന്മാരെ പോലും തൻ്റെ വരുതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശക്തിയുള്ള ആളായിരുന്നു. അദ്ദേഹം പ്രസേനജിത്ത് എന്ന് പറയുന്ന രാജാവിൻ്റെ അടുത്ത് നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള രേണുകയെ തനിക്ക് വിവാഹം കഴിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ മഹർഷിയുടെ ആവശ്യപ്രകാരം രേണുകയെ പ്രസേനജിത്ത് ജമദഗ്നിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അവരെ ഒരു കാട്ടിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നു. അവർക്ക് ആദ്യം 4 മക്കളുണ്ടായി. 5ാമനായിട്ട് രാമനുമുണ്ടായി. ഈ രാമനായിരുന്നു എല്ലാ കാര്യത്തിലും ഒന്നാമതായിട്ട് നിന്നിരുന്നത്. 4 പുത്രന്മാരെ കഴിഞ്ഞും ഏറ്റവും കാര്യപ്രാപ്തിയുള്ളത് രാമനായിരുന്നു. 5 പുത്രന്മാരുണ്ടായതിനു ശേഷം രേണുക ഭർത്താവിനെ ശുശ്രൂഷിച്ച് ആ കാട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മക്കളോടൊപ്പം. ഒരു ദിവസം അവൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് ജലമെടുക്കാൻ വേണ്ടിയിട്ട് നദീതീരത്ത് നിന്നിട്ട് ജലമെടുക്കുന്ന സമയത്ത് ചിത്രരഥൻ എന്ന് പറയുന്ന ഗന്ധർവൻ അപ്സരസുകളുമൊട്ട് അവിടെ കാമകളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ രേണുകയുടെ മനസ്സ് പൂർണ്ണമായിട്ടും കാമത്തിൽ അടിമപ്പെട്ടു പോയി. അവൾ മനസ്സുകൊണ്ട് ഈ ചിത്രരഥനുമായിട്ട് രമിച്ചു. അങ്ങനെ അവൾക്ക് ബീജസ്രവമുണ്ടായി. അവൾ തളർന്നുപോയി. പെട്ടെന്ന് തന്നെ പാപഭാരം കൊണ്ട് കുനിഞ്ഞ ശിരസ്സുമായിട്ട് അവൾ തിരിച്ച് ജമദഗ്നിയുടെ ആശ്രമത്തിലേക്ക് എത്തി. ജമദഗ്നിക്ക് തൻ്റെ തപശക്തി കൊണ്ട് തന്നെ, ദിവ്യദൃഷ്ടി കൊണ്ട് എന്താണ് സംഭവിച്ചെന്നുള്ള മനസ്സിലായി. അപ്പം ഇത് കണ്ടിട്ട് അതിഭയങ്കരമായിട്ടുള്ള കോപമുണ്ടായിട്ടുള്ള ജമദഗ്നി മനസ്സുകൊണ്ട് വേറൊരാളുമായിട്ട് വ്യഭിചരിച്ച തൻ്റെ ഭാര്യയെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിഭയങ്കരമായിട്ടുള്ള കോപമുണ്ടായിട്ട് അവളെ കുലടെ ഇവളെ നിങ്ങൾ വസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മക്കളെ എല്ലാവരെയും വിളിച്ചു. ആദ്യം ഏറ്റവും മൂത്രപുത്രനായിട്ടുള്ള രുമണ്വാൻ എന്ന് പറയുന്ന മകനെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയെ കൊല്ലാൻ പറഞ്ഞു. പക്ഷെ അവന് ഭയം മൂലം ഒന്നും ചെയ്യാതെ നിന്നു. അപ്പോൾ രണ്ടാമത്തെ പുത്രനായിട്ടുള്ള സുഷേണൻ അവിടെ എത്തി. അവനോടും ഇതേ കാര്യം തന്നെ ആവർത്തിച്ചു. അവനും അത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. പിന്നെ 3ാമത്തെ പുത്രനായിട്ടുള്ള വസു എത്തി. അവനെയോടും പറഞ്ഞു അമ്മയെ കൊല്ലാൻ വേണ്ടിയിട്ട് ജമദഗ്നി ആവശ്യപ്പെട്ടു. അവനെ കൊണ്ടും അത് സാധിച്ചില്ല. പിന്നെ 4ാമത്തെ പുത്രനായിട്ടുള്ള വിശ്വവസു എത്തി. വിശ്വവസുവിനോടും അമ്മയെ കൊല്ലാൻ വേണ്ടിയിട്ട് ജമദഗ്നി ആവശ്യപ്പെട്ടു. പക്ഷേ അതും അവനെക്കൊണ്ടും ഭയം മൂലം സാധിച്ചില്ല. അപ്പോൾ തൻ്റെ മക്കളെല്ലാം തൻ്റെ ആജ്ഞ അനുസരിക്കാത്തത് കണ്ടുകൊണ്ട് അവരെല്ലാം മൃഗങ്ങളെപ്പോലെ ബുദ്ധിഹീനരായിട്ട് തീരട്ടെ, ജഡതുല്യരായിട്ട് തീരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാം ശപിച്ച് ജഡതുല്യരാക്കി മാറ്റി. മനുഷ്യരുടെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അവരെ എത്തിച്ചു. അവസാനം തൻ്റെ 5ാമത്തെ പുത്രനായിട്ടുള്ള രാമനെ വിളിച്ചിട്ട് അവനോട് ആവശ്യപ്പെട്ടു, നിന്റെ കുലടയായിട്ടുള്ള നിന്റെ അമ്മയെ നീ ഇപ്പോൾ തന്നെ വധിക്കണം എന്ന് പറഞ്ഞു. അകൃതവർണ്ണൻ കഥ തുടരുകയാണ്. അച്ഛൻ്റെ ആജ്ഞ കേട്ട ഉടനെ മകനായിട്ടുള്ള രാമൻ പരശു, അതായത് വെൺമഴു എടുത്തിട്ട് ഒറ്റ വീശിന് അമ്മയുടെ കണ്ഠം ഛേദിച്ച് അമ്മയെ വധിച്ചു. ഇത് കണ്ടിട്ട് ജമദഗ്നിക്ക് അതിഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ടായി. തൻ്റെ ആജ്ഞ അത് പാലിക്കാൻ വേണ്ടിയിട്ട്
ഈ രാമൻ തയ്യാറായി. രാമനോട് അതീവമായിട്ടുള്ള വാത്സല്യവും സ്നേഹവും ഉണ്ടായി. അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് വരമാണ് തരേണ്ടത്? നിന്നിൽ ഞാൻ വളരെയധികം സംപ്രീതനായിരിക്കുന്നു. നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. ആദ്യമായിട്ട് രാമൻ ചോദിച്ചത് താൻ അമ്മയെ കൊന്ന പാപം ഇല്ലാതാവണമെന്നും അമ്മയ്ക്ക് ജീവൻ വെച്ച് തരണമെന്നും അമ്മയെ ഞാൻ കൊന്നും എന്നുള്ള കാര്യം ഒരിക്കലും എൻ്റെ ഓർമ്മയിലേക്ക് വരരുതെന്നാണ് ആദ്യത്തെ വരമായിട്ട് ചോദിച്ചത്. രണ്ടാമത്തെ വരമായിട്ട് ചോദിച്ചത് തൻ്റെ സഹോദരന്മാർക്കെല്ലാം വീണ്ടും അവരുടെ വെറും ജഡതുല്യമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഓജസ്സും തേജസ്സുമുള്ള പുത്രന്മാരായിട്ട് മാറണമെന്നാണ് രണ്ടാമത്തെ വരമായിട്ട് ചോദിച്ചത്. മൂന്നാമതായിട്ട് തന്നെ പോരിൽ ആർക്കും ജയിക്കാൻ സാധിക്കരുത്, താൻ ആരുമായിട്ട് യുദ്ധം ചെയ്താലും അവരെല്ലാം ജയിക്കാൻ സാധിക്കുന്ന ശക്തി തനിക്കുണ്ടാവണമെന്നുള്ള വരം ചോദിച്ചു. അതോടൊപ്പം തന്നെ തനിക്ക് ദീർഘായുസ് ഉണ്ടാവണം എന്നുള്ള വരവും കൂടി ചോദിച്ചു. മകനോട് സംപ്രീതനായിട്ടുള്ള ജമദഗ്നി ഈ വരങ്ങളെല്ലാം കൊടുത്തു, രേണികയെ ജീവിപ്പിച്ചു. മക്കൾക്കെല്ലാം തിരിച്ച് ഓജസ്സും തേജസ്സും കൊടുത്തു. രാമായണ ദീർഘായുസും ഏത് പോരിലും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയും കൊടുത്തു. ഇങ്ങനെയിരിക്കെ ഒരു ദിവസം ജമദഗ്നി പുത്രന്മാരുമായിട്ട് പുറത്തുപോയ സമയത്ത് കാർത്തിവീര്യൻ ഒരു ദിവസം ജമദഗ്നിയും പുത്രന്മാരുമെല്ലാം പുറത്തുപോയ സമയത്ത് കാർത്തിവീരാർജുനൻ തൻ്റെ പടയോടൊപ്പം ഈ ആശ്രമത്തിലേക്ക് വന്നു. ജമദഗ്നിയുടെ പത്നിയായിട്ടുള്ള രേണുക അദ്ദേഹത്തിനെ സ്വീകരിച്ച് അദ്ദേഹത്തിന് വേണ്ട ആദരവൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ വർദ്ധിച്ച അഹങ്കാരത്തോടു കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന യാഗപശുവിനെ പിടിച്ചുകൊണ്ട് പോവുകയും അതിനെ മർദ്ദിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആശ്രമമെല്ലാം തല്ലി തകർക്കുകയും അവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം നശിപ്പിക്കുകയും ചെയ്തു. ജമദഗ്നി ആദ്യം വന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ടു. അതിനുശേഷം രാമൻ വന്നു കഴിഞ്ഞപ്പോൾ രാമനോട് ജമദഗ്നി കാർത്തിവീരാർജുനൻ്റെ ഈ കർമ്മത്തെക്കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. രാമൻ തൻ്റെ പശുവിനെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവരെ പിന്തുടർന്നു നിന്നു. അപ്പോൾ ഈ പശുവിനെ മർദ്ദിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ കാർത്തിവീരാർജുനനുമായിട്ട് പരശുരാമൻ ഏറ്റുമുട്ടി. അവിടെ ഘോരമായിട്ടുള്ളൊരു യുദ്ധമാണ് നടന്നത്. ഇരുമ്പുലക്ക പോലെയുള്ള 1000 കൈകളും പരശുരാമൻ കത്തിയമ്പുകൾ ഇത് ആ 1000 കൈകളും മുറിച്ചു മാറ്റി. അതിനോടൊപ്പം തന്നെ കാർത്തിവീരാർജുനനെ വധിക്കുകയും ചെയ്തു. കാർത്തിവീരാർജുനൻ വധിക്കപ്പെട്ടു തെരഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികൾ രാമനില്ലാത്ത സമയം നോക്കി വീണ്ടും ജമദഗ്നിയുടെ ആശ്രമത്തിലേക്ക് വരികയും ആശ്രമം മുഴുവൻ തല്ലി തകർക്കുകയും തടയാൻ വേണ്ടിയിട്ട് വന്ന ജമദഗ്നി മഹർഷിയെ ക്രൂരമായിട്ട് ആക്രമിക്കുകയും ചെയ്തു. ജമദഗ്നി മഹർഷിക്ക് എല്ലാ ആയുധവിദ്യകളും അറിയാമെങ്കിലും തപസ്സിൽ പൂർണ്ണമായിട്ട് മുഴുകിയിട്ടുണ്ടായിരുന്ന അദ്ദേഹം അഹിംസാമാർഗം പിന്തുടരുകയും ഇവരാരെയും തിരിച്ച് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. അതിനു പകരം രാമ രാമ എന്ന് പറഞ്ഞ് വിളിച്ച് നിലവിളിക്കുക മാത്രമാണ് ചെയ്തത്. കാർത്തിവീരാർജുനൻ്റെ അനുചരന്മാരുടെ മർദ്ദനമേറ്റിട്ട് ജമദഗ്നി മഹർഷി അവിടെ മരിച്ചു വീണു. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ചമത ശേഖരിക്കാൻ വേണ്ടി പോയ രാമൻ തിരിച്ചു വന്നപ്പോൾ തൻ്റെ അച്ഛൻ ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റ് മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിൽ ദുഃഖിതനായിട്ടുള്ള രാമൻ അവിടെ കിടന്നുകൊണ്ട് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. തൻ്റെ അച്ഛനെ ഇങ്ങനെ നിഷ്കരണം വധിച്ചിട്ടുള്ള ആൾക്കാർ എത്ര ക്രൂരന്മാരാണ്! നിരായുധനായിട്ടുള്ള ദുർബലനായിട്ടുള്ള തൻ്റെ അച്ഛനെ ഇങ്ങനെ നിഷ്കരണം വധിച്ചിട്ടുള്ള ഇവരെ എന്ത് മനുഷ്യരാണ്! ഇവരെ എന്തായാലും ഞാൻ ജീവനോടെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആയുധവും എടുത്തുകൊണ്ട് കാർത്തിവീരാർജുനൻ്റെ മക്കളെയും അതോടൊപ്പം തന്നെ അനുചരന്മാരെയും തേടി ഇറങ്ങി. ഇനി എന്താണ് സംഭവിച്ചതെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഇതുവരെ ക്ഷമയോടുകൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുന്നു. നമസ്കാരം.